നമ്മുടെ വീടിന്റെ ചുമരിന്റെ തേപ്പൊക്കെ നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു ഐറ്റം നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? എന്നറിയപ്പെടുന്ന ഈ ഒരു ഐറ്റം, ഈ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് തേപ്പിന്റെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുമരിൽ വരുന്ന ക്രാക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഈ ചുമരുണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇതുപോലുള്ള നെറ്റ് നമുക്ക് 4 സ്ഥലങ്ങളിലെങ്കിലും ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള നെറ്റ് നമ്മൾ തേപ്പിൽ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ നമ്മുടെ ഈ ഭിത്തിയുടെ കല്ലിന്റെ മുകളിൽ വരുന്ന സ്ലാബും ചേരുന്ന ആ ഭാഗങ്ങളും, അതുപോലെ ഇന്റലിന്റെ മുകളിലെ കല്ല് വെച്ചിട്ടുള്ള ആ ജോയിന്റിലും, അതുപോലെ താഴ്ഭാഗത്തും എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ നെറ്റ് ഉപയോഗിക്കേണ്ടത്. ഒരു റോളിന് 340 രൂപയോളം ഇതിന് വില വരുന്നുണ്ട്. വീടിന്റെ ഭിത്തിയിലും അതുപോലെ സ്ലാബും ഭിത്തിയും തമ്മിലുള്ള വരുന്ന എല്ലാ ജോയിന്റിലും, അതുപോലെ നമ്മൾ വയറിങ്ങിന് വേണ്ടിയിട്ട് വെട്ടിപ്പൊളിച്ചിട്ടുള്ള ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തും നമുക്ക് ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് തേപ്പ് നടത്തലാണ് നല്ലത്. ഈ നെറ്റ് ഉപയോഗിക്കുന്ന ഒരു രീതി, നമ്മുടെ ചുമരില് ഗ്രൗട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ ഇത് ചേർത്ത് വെച്ചിട്ട് പിന്നീട് വീണ്ടും അതിന്റെ മുകളിൽ തന്നെ സിമെന്റിന്റെ ഗ്രൗട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ ഇതിന്റെ മുകളിൽ എംസാൻഡും സിമെന്റും ചേർന്നിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇത് തേപ്പിന്റെ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വയറിംഗ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പൈപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ നല്ല രീതിയിൽ സിമെന്റിന്റെ ഗ്രൗട്ട് കയറ്റിയിട്ട് നല്ല കനത്തിൽ തന്നെ സെറ്റ് ആക്കിയതിനു ശേഷമാണ് ചുമരിലും അതിന്റെ ആ മുകളിലുമായിട്ട് ഈ നെറ്റ് പിടിപ്പിക്കുക. എന്നിട്ട് അതിനുശേഷമാണ് വീണ്ടും ഗ്രൗണ്ട് ഉപയോഗിച്ചിട്ട് ഈ നെറ്റ് അതിൽ ഉറപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്യുക. ഈ ഒരു രീതിയിൽ തേപ്പിന്റെ വർക്ക് ആർക്കെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കരാറ് പ്രകാരം ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും. ഇതേ രീതിയിൽ നെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തേക്കണമെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 110 രൂപ എന്ന റേറ്റിൽ ഞങ്ങൾ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ടാണ് ഒരു സ്ക്വയർ ഫീറ്റിന് 110 രൂപ എന്നത്. എന്ന് വെച്ചാൽ 1000 സ്ക്വയർ ഫീറ്റിന് 1000 × 110 എന്ന രീതിയിൽ 1,10,000 രൂപയാണ് ഞങ്ങൾക്ക് ടോട്ടൽ തേപ്പിന് വേണ്ടി വരുന്ന ചിലവ്. വീടിന്റെ ഡിസൈനില് കൂടുതലായിട്ട് തേപ്പിൽ എന്തെങ്കിലും ഡിസൈനോ മറ്റോ ഉണ്ടെങ്കിൽ ആ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വീടിന്റെ 3Dയും പ്ലാനും കണ്ടിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത്. കൂടാതെ കൂലി കണക്കാക്കിയിട്ട് നമ്മൾ തേപ്പിന്റെ വർക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തേപ്പിന്റെ വർക്ക് ഞങ്ങളെ ഏൽപ്പിക്കണമെങ്കിൽ മുകളിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് തേപ്പിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും വർക്കുമായി സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാനും ഈ നമ്പറിൽ വിളിച്ച് അറിയാവുന്നതാണ്. നമ്മുടെ വീടൊക്കെ തേപ്പ് നടത്തുന്ന സമയത്ത് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മുടെ തേപ്പിന്റെ വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ 5-6 ദിവസങ്ങളിൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കൽ നിർബന്ധമാണ്. നനഞ്ഞു കുതിർന്നിരിക്കുന്ന നമ്മുടെ ഭിത്തി, അതായത് വെട്ടുകല്ലും ബ്രിക്കൊക്കെ നല്ല രീതിയിൽ നനഞ്ഞു കുതിർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഭിത്തിമേൽ പ്ലാസ്റ്ററിങ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ആ സമയത്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായ രീതിയിൽ സെറ്റ് ആവാൻ സാധ്യതയില്ല. ആ ഭിത്തി നല്ല രീതിയിൽ ഉണങ്ങാൻ സമയം കൊടുത്ത് അതിന് മുകളിൽ പിന്നീട് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭിത്തിയിൽ ഉണ്ടാകുന്ന ചെളി, മണ്ണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ നനച്ചിട്ട് വേണം, അത് വൃത്തിയാക്കിയിട്ട് വേണം പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. ഉണങ്ങി വരണ്ടിരിക്കുന്ന ചുമരാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ട് വേണം അതിന്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്യാൻ. നമ്മുടെ പ്ലാസ്റ്ററിങ് ചെയ്ത സമയത്ത് അതിലുള്ള വെള്ളം ചുമര് വലിച്ചെടുക്കില്ല എന്നുള്ള ഉറപ്പ് വരുത്തുകയും വേണം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത്.